ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക. അതായത് തനി നാടൻ റെസിപ്പി ഉപയോഗിച്ചൊരു നാടൻ മീൻകറിയാണ് വെക്കാൻ പോണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ മീൻകറിയിലേക്ക് പോകാം. അപ്പോൾ ഇതേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 മുളക്, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും ചെറിയൊരു ഇഞ്ചി കഷ്ണം. ഇനി അടുത്ത മസാലയാണ്. മസാലയിൽ നമ്മൾ ആദ്യം മുളക് പൊടി, ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ഉലുവ, പിന്നെ പെരുംജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചെറിയ സ്ലൈസ് ആയിട്ട് അരിയണം. ഇനി നമുക്ക് മീൻ വെട്ടാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ പെരുംജീരകവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, സാധാരണയായിട്ട് എല്ലാവരും പച്ചവെള്ളമാണ് വയ്ക്കാറ്, പക്ഷെ ഞാനിവിടെ എടുക്കുന്ന പുളിവെള്ളമാണ്. അതായത് നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇടുമ്പോൾ കഷ്ണത്തിന് പെട്ടെന്ന് പുളി പിടിക്കും. ഇനി നിന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. തിളച്ച് വരുന്നിട്ടാണ് മീൻ ഇടുന്നത്. ഇപ്പം നമ്മുടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഇത് മൂടി വെക്കാം. മീൻകറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൃത്യം പറഞ്ഞാൽ വായിക്കൂടെ കപ്പൽ ഓടുന്നുണ്ട്. ചെറിയൊരു കപ്പ കഷ്ണമൊക്കെ ഇട്ട് അടിച്ച് ഫുൾ സംഭവം തീർക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ആയാലും ഇതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.